ഹായ്, നമുക്കിന്ന് രാവിലെ കഴിക്കാൻ പാലപ്പമാണേ. പാലപ്പം ഞാൻ രാവിലെ ദേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. പാലപ്പത്തിൻ്റെ അടുത്ത് കറി കടലക്കറിയാണ് വെച്ചേക്കുന്നത്. അതെല്ലാം നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ടേ. ഇന്ന് പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തു വിടുന്നത് പാലപ്പം കടലക്കറിയും കൊടുക്കാനായിട്ടാണേ. കടലക്കറി വെച്ച് ഞാൻ കാണിക്കാവേ. നമ്മുടെ കടലക്കറിയൊക്കെ സെറ്റായിട്ടിരിപ്പുണ്ട്. ഇന്ന് എല്ലായിടത്തും മഴയുണ്ടോ? ഇവിടെ ഇന്ന് നല്ല കാലാവസ്ഥയാണ്. ആകാശമൊക്കെ തെളിഞ്ഞ് കിടക്കുന്ന കണ്ടോ, നല്ല വെയിലാണ്. നേരം വെളുത്തപ്പോഴേ നല്ല വെയിലായിട്ട്. അപ്പമൊക്കെ ഇവിടെ നിന്ന് റെഡി ആകട്ടെ. ഞങ്ങളുടെ മുറ്റത്തിന്ന് കുറേ കൂണുണ്ടായിട്ടുണ്ട്. നല്ല കൂണാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. കറി വെക്കാൻ പറ്റുന്ന ടൈപ്പ് കൂണാണോന്ന്. കറി വെക്കാൻ പറ്റുന്നതെന്ന് ഞങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കണ്ടോ, മൊത്തം ഭിത്തിയിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളിവിടെ ഒച്ച ശല്യമുണ്ട്, ഭയങ്കര ഒച്ച. കാണിച്ചു തരാം ഒച്ചിനെ. ഉണ്ടായേക്കുന്നതുണ്ടോ? ഇതാണ് ഒച്ച, ആഫ്രിക്കൻ ഒച്ച. ഇതിന് ഒത്തിരി എണ്ണം ഉണ്ടാവും. ഞാൻ കഴിഞ്ഞൊക്കെ രാവിലെ അടുപ്പത്തിട്ട് ഒന്ന് വേവാറായി വരുന്നേ. പിള്ളേർക്ക് 2 പേർക്കും സ്കൂളിൽ പോകണം. അവർ റെഡിയായി നിൽക്കുകയാണ്. ഇടയ്ക്ക് നമുക്ക് അപ്പം കൂടെ ഒന്ന് നോക്കിയേക്കാം. അവർ കഴിക്ക് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. കൊണ്ടുപോകാൻ കൊടുത്താൽ മതി. അവർക്ക് ചെറിയൊരു അക്വേറിയൊക്കെ ഉണ്ടേ. അത് നോക്കാറൊന്നുമില്ല, അതുകൊണ്ട് മൊത്തം വായിൽ പിടിച്ച് കിടക്കുക. കണ്ടോ, കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. അതുങ്ങൾക്കുള്ള തീറ്റയൊക്കെ രാവിലെ കൊടുത്തിട്ടൊക്കെയാണ് 2 പേരും പോകാറ്. ചേർപ്പ് കൊടുക്കണമെന്ന് രണ്ടും കൂടെ ആകുമ്പോഴും വഴക്കാം. ഞങ്ങളുടെ ചെറിയൊരു കൃഷിത്തോട്ടമൊക്കെയാണേ. കണ്ടോ, മുളക്, തക്കാളി. ഞങ്ങൾ വാടകയ്ക്ക് ഇവിടെ താമസിക്കുന്നേ. അപ്പം അധികം ആയില്ല താമസിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം അതുകൊണ്ട് ചെറുതായി തോരനൊക്കെ വെച്ച് പിടിപ്പിച്ച് വരുന്നതേ ഉള്ളേ. തക്കാളിയാണിത്, ബോൾസാണേ. പൂവൊന്നും ആയിട്ടില്ല. ചെത്തി, റോസ, ചെമ്മല്ലി, അങ്ങനെ കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടേ. രാവിലെ തന്നെ മീൻകാരൻ വരുന്നുണ്ട്. മീൻകാരൊക്കെ ഇഷ്ടം പോലെ. നല്ല വെയിലാണ്. ഇത്രയും ദിവസം എങ്ങനെ മഴയായിരുന്നു. ഞാൻ ഉണ്ടാക്കി. എല്ലാവർക്കും കൊടുക്കാനൊക്കെയായി. ഒരു കോൺ റെഡിയായി ഇറങ്ങിയേ. അപ്പോൾ ബൈ.